അല്ലെങ്കിൽ അവിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും വ്യതിചലിക്കാൻ വ്യഗ്രത കാണിക്കുന്ന പല മനസ്സുകളുമായി നമ്മൾ സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ അനുഭവത്തിലുള്ള ചില കേവല വാദങ്ങളെയാണ് അവർ വലിയ സത്യമായിട്ടോ തത്വമായിട്ടോ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്ന ഈ വലിയ സത്യങ്ങൾ, അതിന്റെ പിന്നിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അത് എത്രത്തോളം യുക്തിയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈരാറ്റുപേട്ടയിൽ 100ഓളം കുടുംബങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇവര് മുസ്ലിമീങ്ങളായ ആളുകളല്ല, മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി, നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഫിസിക്സിൽ PhD ഒക്കെ എടുത്തിട്ടുള്ള വലിയൊരു വ്യക്തി മുന്നോട്ട് വെച്ച ഒരു വാദം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എല്ലാം കാണുന്ന വ്യക്തിയാണ്, എല്ലാം കേൾക്കുന്ന വ്യക്തിയാണ്, എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ബാലികമാർക്കെതിരിലുള്ള ലൈംഗികമായ ചൂഷണം ദൈവം കണ്ട് ആസ്വദിക്കുകയാണോ എന്നാ ചോദിച്ചത്. ഒരുപാട് ലൈംഗികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കെതിരിലുള്ള ഇത്തരം ലൈംഗികമായ അതിക്രമങ്ങളൊക്കെ കണ്ടിട്ട് ദൈവം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണം കൂടി ഇവന്റെ വകയായിട്ട് കൊടുക്കും, ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയാണല്ലോ, ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അവിടെയാണ് ഭൗതിക ലോകത്തിന്റെ അതിന്റെ നിയമം എന്താണ് എന്ന് ഇവിടെ എന്താണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്നും ഇവിടെ പഠിക്കില്ല, അവിടെ ഒന്നും ചർച്ച ചെയ്യത്തില്ല. ഭൗതിക ലോകത്തോടുള്ള ദൈവികമായിട്ടുള്ള ഇടപെടലിന്റെ സ്വഭാവം എന്താണ്, ഇതൊന്നും പഠിക്കില്ല. ഇതൊന്നും പഠിക്കാതെ ആരെങ്കിലും ഒക്കെ ശരിയാണല്ലോ, അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹ് ഇറങ്ങി വരണം, അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അവനെ ഭസ്മമാക്കി കളയണം. അങ്ങനെയാണെങ്കിൽ ദൈവിക നീതി ഇവിടെ സത്യമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ അനീതിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ദൈവം അപ്പം തന്നെ കൊണ്ട് അവനെ കരിച്ചു കളയണം. ഇപ്പൊ കൊള്ളാം, ഇങ്ങനെയുള്ള ദൈവവാങ്കി വലിയ തരക്കേടില്ല, നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ചോളാം. നമ്മളൊന്ന് ആലോചിക്കുക, വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് അറിയപ്പെടുന്ന അല്ലെ അവകാശപ്പെടുന്ന ആളുകൾ പോലുമാണ് ഇത്തരം ബാലിശമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ആളുകളെ അടിക്കടി വിശ്വാസ രംഗത്ത് നിന്നും പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഷയത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനികമായ പാപ്പരത്വം അനുഭവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇത്തരം അന്ധമായിട്ടുള്ള വാദങ്ങളിൽ പെട്ടുപോകും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുക, എന്താണ് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. ഇപ്പൊ നാടിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തൽക്കാലം ഉപേക്ഷിക്കുക. നമ്മൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുക, കൂടുതൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക.